നമ്മൾ മെയിനായിട്ട് 3 കാര്യങ്ങൾ, അതായത് ലാംഗ്വേജ്, ലോജിക് ആൻഡ് റീസൺ ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു കുട്ടിക്ക് ഒരു എക്സാം അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, എക്സാമിന് തന്നിരിക്കുന്ന മെറ്റീരിയൽസ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പ്രോപ്പറായിട്ട് ആ ക്വസ്റ്റ്യൻ അണ്ടർസ്റ്റാൻഡ് ചെയ്താലേ ഉള്ളൂ റൈറ്റ് ഒരു ആൻസർ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ളവർക്ക് ഒരു ലാംഗ്വേജ്, ആ ലാംഗ്വേജ് അവർക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ലോജിക്കലി ഈ ആൻസേഴ്സിനെ കണക്ട് ചെയ്യാൻ, നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസുമായിട്ട് ലോജിക്കലി ആൻസേഴ്സിനെ കണക്ട് ചെയ്യാനായിട്ട് അവർക്ക് എങ്ങനെയാണ് ഈ ലോജിക്ക് എങ്ങനെയാണ് ഇതിനെ കണക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. ആൻഡ് ദെൻ അവർ തന്നെ ഏബിൾ ആയിക്കോളും ദ റീസൺ. ദേ വിൽ ഫൈൻഡ് ഔട്ട് ദ റീസൺ വൈ ദേ നീഡ് ടു ഫൈൻഡ് ദിസ് ആൻസർ. ഇപ്പം ബൈ ഹാർട്ട് പഠിക്കുന്നതിനേക്കാൾ ഉപരി അവരത് കുറച്ചും കൂടെ ലോജിക്കലി തിങ്ക് ചെയ്ത് അതിന്റെ ആ ഒരു ഉത്തരം അവർ തന്നെ കണ്ടുപിടിച്ചെത്തുന്നതിലായിരിക്കുള്ളൂ കുറച്ചും കൂടെ ആത്മീയ. കാരണം ബൈ ഹാർട്ട് പഠിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല. കാരണം നമ്മുടെ പ്രാക്ടീസ് മെറ്റീരിയൽസ് അല്ല, സിമിലർ ആണ്. നമ്മൾ കൊടുക്കുന്ന പ്രാക്ടീസ് മെറ്റീരിയൽസ് നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻസിനും വളരെ സിമിലർ ആണ്. പക്ഷെ ഇപ്പം നമ്മൾ ഇന്നലെ വായിച്ച ഒരു റീഡിംഗ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് കിട്ടില്ല. അപ്പോൾ നമ്മൾ ആ റീഡിംഗ് ഇതുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുക, അതായത് അവിടെ നമ്മൾ എങ്ങനെയാണ് ഉത്തരങ്ങളിലേക്ക് എത്തിയത്, അതേ ടെക്നിക്സ് അതേ ട്രിക്സ് യൂസ് ചെയ്യുക നമ്മളുടെ എക്സാമിന് നമ്മൾ ഉത്തരങ്ങളിലേക്ക് എത്താൻ. അങ്ങനെ ഉത്തരങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ള ട്രിക്സ് ആൻഡ് ടിപ്സ് ആണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുക. സർ, ഇപ്പം ഒരാൾ ഇതുപോലെ തന്നെ വിദേശത്ത് പോയി പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് ഒരു കടമ്പ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതാണ് IELTS OET എക്സാംസ് പാസ്സാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനുവേണ്ടി ഒരു കോഴ്സ് അല്ലെങ്കിൽ സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ പലരും ഒരുപാട് സ്ഥാപനങ്ങൾ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ കൊടുക്കുന്ന ഒരു വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൃത്യമായിട്ട് മെറ്റീരിയൽസ് കൊടുക്കും, എക്സാംസ് നമ്മൾ ഉണ്ടാക്കും, അങ്ങനെ കുറേ വാഗ്ദാനങ്ങൾ കൊടുക്കും. പക്ഷേ കൃത്യമായിട്ട് അവർ ചെയ്യുന്നത് ഫീസ് വാങ്ങിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ആത്മീയ ഇൻ്റർനാഷണൽ അക്കാദമി എന്താണ് അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓക്കെ, ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ കൗൺസിലിംഗ് എല്ലാം ചെയ്തതിന് ശേഷം ആ കുട്ടി അവരെ നല്ലൊരു സ്വന്തം കാലം നിൽക്കാനൊരു പ്രാപ്തയാക്കുന്ന രീതിയിലാണ് അവിടെ കോച്ചിങ് എല്ലാം ചെയ്യുന്നത്. ആക്ച്വലി ലിസണിങ് ആയാലും റീഡിങ് ആയാലും റൈറ്റിംഗ് ആയാലും സ്പീക്കിംഗ് ആയാലും, ഇപ്പോൾ സ്പീക്കിംഗ് സെക്ഷൻ ആയാലും ഗ്രൂപ്പ് സ്പീക്കിംഗ് സെക്ഷനുകളുണ്ട്, ലിസണിങ് ആയാലും റീഡിംഗ് ആയാലും എല്ലാം, അതായത് അവരുടെ ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ കൂടിയാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം നടത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ OET അല്ലെങ്കിൽ IELTS എന്ന് പറഞ്ഞാൽ ഇപ്പം യൂറോപ്പിൽ പോകാനുള്ളതിൻ്റെ ഒരു കടമ മാത്രം. അപ്പോൾ അത് കഴിഞ്ഞ് CBT എഴുതണം, CBT കഴിഞ്ഞ് OSCE എഴുതണം, ഇതെല്ലാം വേണം. അപ്പോൾ ഈ കാണാതെ പഠിച്ചത് കൊണ്ട് അല്ലെങ്കിൽ പോയി ഇത് ചെയ്തുകൊണ്ട് മാത്രം പാസ്സാകത്തില്ല. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ട്രെയിനിങ് ആണ് ആത്മീയ ഇൻ്റർനാഷണൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പല കുട്ടികളും നമ്മൾ ചെന്ന് കഴിഞ്ഞ് നമ്മളെ ഫോൺ വിളിച്ച് പറയും, ഇല്ലെങ്കിൽ നാട്ടിൽ വരുമ്പോൾ നമ്മൾക്ക് സ്വീറ്റ്സൊക്കെ ആയിട്ട് വന്ന് നമ്മുടെ അടുത്ത് വന്ന് ഹഗ് ചെയ്തൊക്കെ പറയും. അതായത് നമ്മൾ നല്ലൊരു സ്കൂളിൽ നമ്മുടെ കുട്ടികളെ ചേർക്കുമ്പോൾ നല്ലൊരു സ്ഥലം നോക്കിയല്ലേ നമ്മൾ കുട്ടികളെ ചേർക്കുന്നത്. അപ്പോൾ അത് ബേസാണ്. ആ ബേസ് കിട്ടിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എവിടെ പോയാലും മുന്നേറാൻ പറ്റുള്ളൂ. ആ ഒരു ബേസ് ആത്മീയ ഇൻ്റർനാഷണൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പല കുട്ടികളും വന്ന് നമുക്ക് സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് വരും, അങ്ങനെ ഓരോ കാര്യങ്ങളും സന്തോഷം പ്രകടമാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നല്ല ക്ലാസ് ഒക്കെ തന്ന് പഠിപ്പിക്കുന്നവർ മാത്രമാണ് ഞങ്ങൾക്ക് ഒരു നല്ലൊരു സാലറിയിലൂടെ ജോലി കിട്ടിയത്. NSSൻ്റെ ബോർഡിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഈസി ആയിട്ട് സ്പീക്ക് ചെയ്യാനും പറ്റി. അങ്ങനെയൊക്കെ അവർ ഒത്തിരി ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്. അതായത് ഒരു കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വരെ എല്ലാ തരത്തിലും അവിടെ വരുന്നൊരു കുട്ടിയെ ഈ ഒരു ജോലിയിലേക്ക് പോകാൻ, ഒരു വിദേശ രാജ്യത്തൊരു ജോലിയിലേക്ക് പോകാനായിട്ട് പ്രാപ്തരാക്കും. ഫോർ എക്സാമ്പിൾ നഴ്സായാലും ഡോക്ടറായാലും എഞ്ചിനീയർ എല്ലാവരും നമുക്ക് ആ ഒരു പ്രാപ്തിയിൽ എത്തിക്കാനായിട്ട് ആത്മീയ ഇൻ്റർനാഷണൽ അക്കാദമി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ മാം? അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ആള് വർക്ക് ചെയ്യുന്നുണ്ട്, ഒപ്പം കുട്ടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു കോഴ്സിന് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓൾറെഡി 3 months ഒക്കെ ഇതിനു വേണ്ടി മാത്രമായിട്ടൊക്കെ ചിലവഴിച്ചിട്ടൊന്നും അതിലൊന്നും സക്സസ് ആയില്ല. അപ്പോൾ ഇതിനുശേഷം വീണ്ടും ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായാലും ആയതിനു ശേഷമായാലും ഇത് വീണ്ടും അവൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ എത്രത്തോളം ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധ അവർക്ക് കൊടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള ആളുകൾക്ക്? ഈ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി വളരെ ഞങ്ങൾ ഒത്തിരി എക്സ്പെക്ട് ചെയ്യുന്ന ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് അടുത്ത് തന്നെ വളരെ അടുത്ത് തന്നെ ഒരു വളരെ റിനൗണ്ട് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടുത്തെ വർക്കിംഗ് നഴ്സസ് നമ്മളുടെ അടുത്തോട്ട് വരാറുണ്ട്. നഴ്സസ് മാത്രമല്ല, നഴ്സിംഗ് കോളേജിലെ സ്റ്റാഫുകൾ, ടീച്ചേഴ്സ്, അവരൊക്കെ നമ്മളുടെ അടുത്ത് വരാറുണ്ട്. അപ്പം അവരെന്ന് പറയുന്നത് അവർക്ക് നമുക്ക് തരാനായിട്ടുള്ളത് ആകെ ഒരു 2 hour മാക്സിമം 3 hour ഒക്കെയാണ്. പക്ഷെ ആ ഒരു ടൈമിനുള്ളിൽ അവർ ഓരോ ദിവസവും വരുമ്പോൾ നമ്മൾ പറ്റുന്നിടത്തോളം മൊഡ്യൂൾസ് കവർ ചെയ്യുന്നത് കൂടാതെ അവർക്ക് തന്നെ ചെയ്യാവുന്ന മൊഡ്യൂൾസ് ഉണ്ട്. അതായത് ലിസണിങ് പോലെയുള്ള മൊഡ്യൂൾസ് ഒക്കെ അവരുടെ പ്രാക്ടീസാണ്. അപ്പം നമ്മൾ അവർക്ക് അതിനുള്ള ടൈം അവർക്ക് നമ്മൾ വീട്ടിൽ കൊടുത്തു വിടുമോ, അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള പോലെ ചെയ്തോളാം നമ്മൾ അവരോട് അലോ ചെയ്യും. അതുപോലെ നമ്മളുടെ അസിസ്റ്റൻസ് കിട്ടേണ്ട മൊഡ്യൂൾസ്, അതുപോലെ തന്നെ ഇപ്പോൾ ലിസണിങ് ആണെങ്കിൽ വീട്ടിൽ പോയി ചെയ്തു വന്നു, പക്ഷെ അവർക്ക് എന്താണ്
ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ലെന്നുണ്ടെങ്കിൽ അതിന് അവർക്ക് ഏത് മേഖലയാണോ കുഴപ്പമുള്ളത് അത് നോക്കിയിട്ട് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ആ ഒരു കിട്ടുന്ന അത്രയും ടൈമിനുള്ളിൽ തന്നെ അവരെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഞങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അങ്ങനെ വിൻ ചെയ്തവർ. ഒരു 3 month കോഴ്സ് പീരീഡ് ഏകദേശം ഒരു 3 hour per day മാത്രം വന്ന് പഠിച്ച് അതിൽ തന്നെ നൈറ്റ് ഷിഫ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ട് പല കുട്ടികൾക്കും പിറ്റേ ദിവസം ക്ലാസ്സിന് വന്നിരിക്കാനൊന്നും പറ്റില്ല. അപ്പം അങ്ങനെ ഈ 3 മാസം കോഴ്സ് എടുത്താൽ തന്നെ അതിൽ എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യാതെ, എല്ലാ ദിവസവും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു 2 month കമ്പൽസറി ആയിട്ടെങ്കിലും വന്നിട്ടുണ്ടാവണം കേട്ടോ. വരാതെ കോഴ്സ് പാസ്സാക്കി തരാമെന്നൊന്നും പറയാൻ പറ്റില്ല. ഓൺലൈനിലുള്ള ക്ലാസ്സുകൾ കുട്ടികളുടെ കൺവീനിയൻസ് ഓർത്തിട്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ്സസും ബിഗിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഫോക്കസ് എപ്പോഴും കുട്ടികളെ ഓരോരുത്തരെയും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓൺലൈൻ ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതും അതേ രീതിയിൽ തന്നെയാണ്. അതായത് നമ്മൾ ഒരു ടീച്ചറിന് ഒരു സ്റ്റുഡൻറ്റ്, ഈ രീതിയിലാണ് നമ്മളുടെ ക്ലാസ്സസ് പോവുക. അതുപോലെ ലൈവ് സെഷൻസുമായിരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഒരു കാരണവശാലും ഒരു റെക്കോർഡഡ് ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ക്ലാസ്സോ ഞങ്ങളുടെ അഡ്മിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു കുട്ടിക്കും കിട്ടുന്നുണ്ടാവില്ല. കാരണം ഞങ്ങൾ ഓരോ കുട്ടികൾക്കും അനുസരിച്ചാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് ഓൺലൈനിലും ഞങ്ങളുടെ മാക്സിമം അതേ രീതിയിൽ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ആൻഡ് ഓൺലൈൻ സക്സസ് സ്റ്റോറീസും ഒരുപാടുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഒരു +2കാരന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡ്രീം സിറ്റി പോയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് അവർക്കുള്ള ഓപ്ഷൻ? നമ്മൾ അഡ്മിയ ഇന്റർനാഷണൽ അക്കാദമി എന്താണ് അവർക്ക് കൊടുക്കുന്നത്? IELTS ചെയ്യാം, PT ചെയ്യാം, TOEFL ചെയ്യാം, ജർമ്മൻ ചെയ്യാം. ഇത്രയും ഈ ക്ലാസ്സുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അവർക്ക്. +2 കഴിഞ്ഞവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് ലാംഗ്വേജ് എന്തെങ്കിലും ഇതുപോലെ ഇതിലെല്ലാം കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും? ഉറപ്പായിട്ടും കൊടുക്കാൻ പറ്റും. നമ്മൾ ആദ്യം വരുമ്പോൾ തന്നെ ഇവർ നോക്കും ഇവരെങ്ങനെയാണ്, ഇവരുടെ സ്കിൽസ് എങ്ങനെയുണ്ട്, സ്പീക്കിംഗ് അറിയാവോ. അപ്പോൾ എന്ത് ജോലിയായിരിക്കും അവർക്ക് ഈ ഒരു കോഴ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് എന്തെല്ലാം ജോലികളായിരിക്കും അവർക്ക് ഇപ്പോൾ അവർ സ്റ്റുഡൻസ് ആയിട്ടാണ് പോകുന്നത്. TOEFL അല്ലെങ്കിൽ IELTS അല്ലെങ്കിൽ PT പഠിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ ആയാലും ന്യൂസിലൻഡ് ആയാലും UK ആയാലും അവർക്ക് സ്റ്റുഡൻ്റ് ആയിട്ട് പോകാൻ പറ്റും. അവർക്ക് ഡിഗ്രി ചെയ്യാൻ പോവാം. പോയി കഴിഞ്ഞാൽ അവർക്ക് PR എടുത്ത് അവിടെ സെറ്റിൽ ആകാൻ പറ്റും. അങ്ങനെയാണ് റിക്വയർ സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജർമ്മൻ, ഇപ്പോൾ എല്ലാ കുട്ടികളും ഒരുമാതിരിപ്പെട്ട കുട്ടികൾ എടുക്കുന്നത് ജർമ്മൻ എടുക്കും. ജർമ്മൻ B2 ലെവൽ പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ജർമ്മനി പോകാൻ പറ്റും. അവിടെ ചെന്നിട്ട് പഠിക്കാൻ പറ്റില്ല. ജർമ്മനിയിൽ ഇപ്പം ജർമ്മൻ മാത്രമേ പറ്റുള്ളൂ. ജർമ്മൻ പിന്നെ ചെറിയ ഇംഗ്ലീഷ് ഉണ്ട് അറിയപ്പോലും അവർ സംസാരിക്കാറില്ല. ജർമ്മൻ മാത്രം അവരുടെ ലാംഗ്വേജ് മാത്രമേ സംസാരിക്കാറുള്ളൂ. ഇപ്പം B2 ലെവൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ചെന്നിട്ട് നേഴ്സിംഗ് പഠിക്കാൻ പറ്റും. അത് പ്ലസ് സ്റ്റൈഫൻഡോട് കൂടി ഒരു 1200 യൂറോ സ്റ്റൈഫൻഡ് ഇങ്ങോട്ട് കിട്ടി അവർക്ക് പഠിക്കാൻ പറ്റും അവിടെ. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഉണ്ട് നിലവിൽ. +2കാരനും ഈ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ മാറ്റിവെക്കൊന്നും വേണ്ട. തീർച്ചയായിട്ടും അവർക്കും അഡ്മിയ ഇന്റർനാഷണൽ അക്കാദമി ഇങ്ങനത്തെ ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. അവർക്കും ഈ പറഞ്ഞ പോലെ ഡ്രീം സക്സസ്ഫുൾ ആക്കി മാറ്റാനായിട്ട് സാധിക്കും. സർ, ഇപ്പോൾ അഡ്മിയ ഇന്റർനാഷണൽ അക്കാദമി ഒരു ബിസിനസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഈ ഒരു ചിന്തയിലല്ലാതെ എന്താണ് ഒരു ഗുഡ് എക്സ്പീരിയൻസ് എന്താണ് സാറിന് തോന്നിയിരിക്കുന്നത്? ഇപ്പോൾ ആക്ച്വലി പറയുകയാണെങ്കിൽ ഇപ്പം 1000 പരം കുട്ടികൾ നമ്മുടെ അഡ്മിയ ഇന്റർനാഷണൽ അക്കാദമിയിൽ നിന്ന് പഠിച്ച് പാസ്സായിപ്പോയി പല രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരൊക്കെ വിളിക്കുക അല്ലെങ്കിൽ വിളിച്ച് പറയുക അല്ലെങ്കിൽ വന്ന് നമ്മളെ കാണുക എന്ന് പറയുമ്പോൾ ഒരു നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഫാമിലി രക്ഷപ്പെടുക അല്ലെങ്കിൽ അവരുടെ ഫാമിലി രക്ഷപ്പെടുക, അതിനാണ് എബ്രോഡ് പോയി എല്ലാവരും ജോലി ചെയ്യുന്നത്. അപ്പം നമ്മുടെ നാട്ടിലെ സാലറി സിസ്റ്റം കുറച്ച് കുറവായതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ ബേസ് നമ്മൾ പഠിച്ച് പോകുക എന്നുള്ളത്. അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ട് അവരുടെ ഹസ്ബൻഡിനെ കൊണ്ടുപോവുക, കുട്ടികളെ കൊണ്ടുപോവുക, അവരുടെ മാതാപിതാക്കളെ കൊണ്ടുപോവുക, അതൊക്കെയാണ് അവരുടെ എയിം. അപ്പോൾ അവർ വന്ന് നമ്മളോട് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്, അത് ഏറ്റവും വലിയൊരു ഇതാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ അവർക്ക് നമ്മൾ ഏറ്റവും ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ അവരെ പഠിപ്പിച്ച് അവർക്ക് അവരുടെ എന്താ പറയുക അവരുടെ ലൈഫ് നല്ല രീതിക്ക് കൊണ്ടുപോകുക, അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ഓക്കെ, അവർക്ക് വലിയ കടബാധ്യതയാകാതെ വലിയ കടബാധ്യതയാകാത്ത രീതിയിലുള്ള പഠന ചെലവുകൾ നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ അഡ്മിയ ഇൻ്റർനാഷണൽ ഇപ്പോഴും നല്ല ചെറിയൊരു ഫീസിൽ ഇട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മോർണിംഗ് ഒരു 8:30 തൊട്ട് ഒരു 6:30 വരെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് വന്ന് പഠിക്കുന്നവർക്ക് പഠിക്കാം. ആ ടൈമിൽ നമ്മൾ ഇൻഡിവിജ്വൽ അറ്റൻഷനും കൊടുക്കും. ചെറിയൊരു ഫീസിൽ നമ്മൾ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. അതും കുറഞ്ഞ കാലയളവിൽ 3 മാസത്തിനുള്ളിൽ തന്നെ മിക്ക കുട്ടികളും പഠിച്ച് വിൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പായിട്ടും 3 മാസം നമുക്ക് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഉറപ്പായിട്ടും ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും അവർ പാസ്സാവും. കോട്ടയത്ത് 2 ബ്രാഞ്ചസ് ആയിട്ടുള്ള അഡ്മിയ ഇന്റർനാഷണൽ അക്കാദമി ഇനി എന്താണ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും പല കുട്ടികളും നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അവർക്കൊക്കെ പക്ഷേ ഞങ്ങൾ ഓൺലൈൻ നല്ല 100% സക്സസ് ഗ്യാരണ്ടിയിൽ ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ മാനേജ്മെൻറ്റ് ലെവലിൽ ഞങ്ങൾ 14 ജില്ലകളിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 പാർട്ട്നേഴ്സും ഡിസ്കസ് ചെയ്തിട്ട് തീർച്ചയായിട്ടും ഇനി ഒരുപാട് ജില്ലകളിൽ ഇതുപോലെ തന്നെ അഡ്മിയ ഇന്റർനാഷണൽ അക്കാദമിയുടെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാകട്ടെ.
താങ്ക് യു. ഇത്രയും നേരം നമ്മൾ കേട്ടത് അറ്റ്മിയ ഇന്റർനാഷണൽ അക്കാദമിയുടെ വിശേഷങ്ങളാണ്. യുവർ ഡ്രീം ത്രൂ അസ്, ഇതാണ് അറ്റ്മിയ ഇന്റർനാഷണൽ അക്കാദമിയുടെ ടാഗ് ലൈൻ തന്നെ. നമ്മൾ ഒരുപാട് പേരുടെ സ്വപ്നമാണ് ഒരു ഡ്രീം സിറ്റി ജോബ്. അത് നേടിയെടുക്കാൻ വേണ്ടി ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ പേഴ്സണും ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആൻഡ് കെയർ കൊടുത്തിട്ട് സക്സസ് റേറ്റ് ഏറ്റവും കൂടുതൽ കൂട്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് ഓരോ കുട്ടിയെയും പ്രാപ്തരാക്കുന്ന രീതിയിൽ ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന അറ്റ്മിയ ഇന്റർനാഷണൽ അക്കാദമിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇത്രയും നേരം ശ്രവിച്ചത്. ഇനിയും ഇൻസ്പയർ കേൾക്കുന്നത് വരെ കാണുന്നത് വരെ ഇറ്റ്സ് മീ സജ്ന സഹറ സൈനിങ്.